ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു രാജ് ടോക്സ്. അങ്ങനെ ഋഷഭ ടീസർ റിലീസായിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം, ഒന്നല്ല രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടു. മൊത്തത്തിലൊരു മിന്നായം പോലെ ലാലേട്ടനെ കാണുന്നുണ്ട്. കാരണം മൊത്തം ഇരുട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരുമാതിരി മറ്റേ KGF 2 ഒരു കാർ ചേസ് ഒക്കെ വരുമ്പോഴത്തേക്കും ബ്ലാക്ക് ഔട്ടായിട്ട് സ്ക്രീൻ കാണിക്കുന്നില്ലേ, ഏതാണ്ട് അതുപോലെ കട്ട് ചെയ്ത് കുറേ സീൻസും കാര്യങ്ങളും, ഒരു ഡൈനസ്റ്റിയും. ഓഫ് കോഴ്സ് പീരിയഡ് ഫിലിമാണ്. ഇതിനെ പറ്റിയുള്ള വലിയ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ മുമ്പ് വിചാരിച്ചത് കണ്ണപ്പ പോലൊരു മൾട്ടി സ്റ്റാറർ ചിത്രത്തിൽ ലാലേട്ടൻ ഒരു ചെറിയ ഭാഗമെന്നാണല്ല. പക്ഷേ ഇത് അതിനേക്കാൾ കുറച്ചുകൂടെ വലുതാണ്. ലാലേട്ടൻ്റെ ഷോൾഡറിൽ വരുന്ന ഋഷഭ എന്ന് പറയുന്ന മെയിൻ ക്യാരക്ടറോ അല്ലെങ്കിൽ ഋഷഭരാശി അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള മീനിങ് ഉള്ളൊരു സിനിമയായിരിക്കാം. എനിക്ക് മുഴുവൻ ഡീറ്റെയിൽസും അറിയില്ല. എങ്കിലും ടീസർ നമുക്ക് ഒന്നുകൂടെ കണ്ടു നോക്കാം. കണക്ട് ബാലാജി ടെലിഫിലിംസ്, മറ്റേ ഏക്ത കപൂർ ഹിന്ദിയിൽ സീരിയലൊക്കെ എടുത്തിട്ട് തുഷാർ കപൂറിൻ്റെ സിസ്റ്റർ. ഈ വിഷ്വൽസ് എല്ലാം ബേസിക്കലി ഒരു AI ജനറേറ്റഡ് ആയിരിക്കും അല്ലേ? ഈ പ്രതിമയാണ് എനിക്ക് മനസ്സിലാകാത്തത്. സിംഹത്തിൻ്റെ തലയാണോ? അതിന് വേറെ എന്തൊക്കെയോ എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെ ഉണ്ട്. ഈ ശിവലിംഗം കാണുമ്പോൾ പേടിയാണ്, കണ്ണപ്പയുടെ ഓർമ്മയാണ് വരുന്നത്. ഡെസ്റ്റിനി കോൾസ് ബ്ലഡ് മാസ് ക്യാൻസർ, അതൊരു രസമുണ്ട്. വിധി വിളിക്കുമ്പോൾ രക്തം കണക്ക് പറയണം, അങ്ങനെ ആയിരിക്കുമല്ലേ? രക്തം ഉത്തരം പറയണം. ഇപ്പോഴാണ് ലാലേട്ടനെ ഒന്ന് കാണുന്നത് ശരിക്കും. ഋഷഭ, വൃഷഭ, നന്ദകിഷോർ. ഉറങ്ങുന്നത് ലാലേട്ടനാണ് തോന്നുന്നല്ലേ? ലാലേട്ടൻ്റെ ഉറക്കം കാണുമ്പോൾ സുഖമായി ഉറങ്ങും ലാലേട്ട, യുവർ സ്ലീപ്ലെസ് നൈറ്റ്സ് ആർ കമ്മിങ്. അത് ഒരു പക്ഷേ സിനിമയുടെ ഒരു പെർസ്പെക്റ്റീവിൽ പറഞ്ഞതാണ് കേട്ടോ. ലാലേട്ടൻ്റെ ഉറക്കം കിടന്ന ദിവസങ്ങൾ വരാൻ പോകുന്നു എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്തായാലും ദീപാവലി റിലീസാണ് October 20. ടു ബി ബ്രൂട്ടലി ഓണസ്റ്റ്, ട്രെയിലർ കണ്ടിട്ട് അത്ര വലിയൊരു ഇമ്പ്രഷൻ തോന്നിയില്ല. എങ്കിൽ മോശമാവുമെന്നും തോന്നുന്നില്ല. ലാലേട്ടൻ്റെ പീരീഡ് സിനിമകൾ എപ്പോഴും ഇച്ചിരി ഒരു ഭയപ്പാടോടുകൂടിയാണ് കാണുക പൊതുവെ. ഇപ്പോൾ കടത്തനാടൻ അമ്പാടി ആണെങ്കിലും, മരക്കാർ അറബിക്കടലിൻ്റെ സിംഹമാണെങ്കിലും, മറ്റേ കിളിച്ചുണ്ടൻ മാമ്പഴം, അതും ഒരു പീരീഡാണ്. പുള്ളി അത് ഹാൻഡിൽ ചെയ്യുന്ന വിധത്തിലാണെങ്കിലും, ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ കണ്ണപ്പയൊക്കെ പുള്ളി എന്തിനാണ് കമ്മിറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പുള്ളിക്ക് ഇവിടെ ഇത്രയും പ്രൊജക്ട്സ് ഉണ്ട്, അതൊക്കെ വിട്ടിട്ട് പുള്ളി അതിന് പോയി, അതും ഫ്രീ ഓഫ് കോസ്റ്റിൽ ഈ മനുഷ്യൻ പോയി അഭിനയിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് പുള്ളിയുടെ സമയം അത് അത്രയും വിലപ്പെട്ടതാണ്. അപ്പോൾ ഇങ്ങനത്തെ പ്രൊജക്റ്റിലൊക്കെ പോയിട്ട് തലവയ്ക്കണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നൽ. പക്ഷേ ഇത് അതിനൊരു അപവാദമാവട്ടെ. ഇതൊരു നല്ല രീതിയിൽ അറിയപ്പെടുന്നൊരു പ്രൊജക്റ്റ് ആവട്ടെ. കാരണം എല്ലാ ഭാഷകളിലും ഇറങ്ങുന്നുണ്ട്. ഒരുപാട് പണവും സമയവും ഇതിനു വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട്. അപ്പം ഇതൊരു ട്രോൾ മെറ്റീരിയലൊന്നും ആവാതെ വളരെ ഡീസൻറ്റ്, വക്ക് പൊട്ടാതെ തട്ടാതെ നല്ല രീതിയിലൊരു ഔട്ട് വരട്ടെ. അപ്പം എഗെയിൻ ഈ ലാലേട്ടൻ മമ്മൂക്ക ഏത് സിനിമയാണെങ്കിലും ഫസ്റ്റ് തന്നെ കണ്ടിരിക്കും, അതിനിപ്പോൾ എന്തായാലും. അപ്പം ഇതിനും കട്ട വെയിറ്റിംഗ്, അതും ദീപാവലിക്കാണ്. അപ്പോൾ ഒരു ആഘോഷമായി മാറട്ടെ. ലെറ്റ് സി എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഋഷഭ കണ്ടിട്ട്. ചിലപ്പോൾ എനിക്ക് തോന്നിയതുപോലെ ആയിരിക്കില്ല, ഭയങ്കര ഗൂസ് പമൻസ് തന്നതായിരിക്കാം നിങ്ങൾക്ക്. എനിക്കൊരു അബവ് ആവറേജ് ഫീലായിരുന്നു ടീസർ കണ്ടിട്ട്. നമുക്ക് ഇപ്പോഴേ മുൻവിധിയോടൊന്നും കാണേണ്ട ആവശ്യമില്ല. ബട്ട് ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ പ്ലീസ് ഷെയർ യുവർ തോട്ട്സ്. അപ്പോൾ സി യു ഗൈസ്. അപ്പോൾ ഗുഡ് നൈറ്റ്. ഇവിടെ രാത്രിയായി ആക്ച്വലി.